വന്ന കുറ്റം. എനിക്ക് വേണേൽ അഭിനയിക്കാം. ചടങ്ങ് തീർന്നാലും ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, എല്ലാവരും കാണിക്കാം. അതാണെങ്കിൽ ഇവര് പറയോ അടിപൊളി അഭിനയിച്ചില്ല, നമ്മൾ കരഞ്ഞില്ല ഇല്ലേ? ഞാൻ 1-2 അഭിനയം കാണിച്ചു തരട്ടോ, ഈ അടുത്ത തന്നെ ഇന്റർവ്യൂസിലൊക്കെ തന്നെ ചെയ്തത്. ഓക്കെ, അപ്പോൾ രേണുസുതിയാണ് വീണ്ടും നമ്മുടെ ടോപ്പിക്ക്. താല്പര്യമുള്ളവർ മാത്രം കയറിപ്പോരെ, അല്ലാത്തവർ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ രേണുസുതിയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിനകത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാനൊരു വെറൈറ്റി സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന ഭാഗം വരെ കണ്ടെങ്കിൽ ഇതൊരു ആസ്വാദനം തോന്നത്തുള്ളൂ. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുന്നവർ അവസാനം വരെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളെ കാണുക. അപ്പോൾ നമുക്ക് രേണുസുതിയുടെ ഇന്റർവ്യൂ കണ്ടു തുടങ്ങാം. അതൊക്കെയാണ് എന്നെ വന്ന കുറ്റം. എനിക്ക് വേണേൽ അഭിനയിക്കാം. ചടങ്ങ് തീർന്നാലും ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുക, എല്ലാവരും കാണിക്കാം. അതാണെങ്കിൽ ഇവര് പറയോ അടിപൊളി സാധനം. അവള് കരഞ്ഞല്ലോ, അഭിനയിച്ചാണോ ഇല്ലയെന്ന് അറിയത്തില്ല, കരഞ്ഞല്ലോ. ഇങ്ങനെ വെച്ച് കരഞ്ഞ്, ഇങ്ങനെ പിടിച്ച് കരഞ്ഞ്, ഇങ്ങനെ പൊത്തിക്കരഞ്ഞ് കരഞ്ഞല്ലോ. അത് തെറ്റൊന്നുമല്ല കേട്ടോ. ഒരാൾക്ക് കരച്ചിൽ എന്നൊരു ഇമോഷൻ വരുമ്പോഴത്തേനും അത് പ്രകടിപ്പിക്കുന്ന തെറ്റൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കൂടെ താമസിച്ച ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ട 2 വർഷമോ 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞാലും അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ ചില ഓർമ്മകൾ കാണും, കരയും. ഇവർ കാണിച്ചത് നാടകമാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല, കാരണം നമുക്കറിയാം ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ആളുടെ ഓർമ്മകൾ നമുക്കിങ്ങനെ വരും, ആ സമയത്ത് വിഷമങ്ങൾ ഉണ്ടാവും. അപ്പം ഞാനത് നാടകമെന്ന് പറഞ്ഞില്ല. പക്ഷേ ക്യാമറമാൻ ആദ്യം ഉറക്കം എണീറ്റ് വരുമ്പോഴത്തേനും അത് അഭിനയമായിരുന്നു കേട്ടോ. മറ്റേ കരഞ്ഞൊന്നും അഭിനയം എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തിനാണ് ഇവരുടെ മുന്നിലൊക്കെ അഭിനയിക്കുന്നത്? മീഡിയാസ് ഉണ്ടായിരുന്നു, മീഡിയാസ് ഉണ്ട് ഇല്ലെന്നല്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. അവർ രാവിലെ വന്നിട്ട് ചേച്ചി യസ്മയിൽ അഭിനയിച്ചോ, ചേച്ചി അലൻ ജോസ് എടുത്ത് പൊക്കിയോ, ചേച്ചി പ്രതീക്ഷിന് ചോറ് വരുത്തുന്നോ, ചേച്ചി ആ ദാസേട്ടൻ്റെ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികൾ കൊണ്ടാണ് അവർ കുറേ നെഗറ്റീവ് വരി പുറത്തോട്ടിടുന്നു. ആ നെഗറ്റീവ് നമ്മൾ കുറച്ചും കൂടി കൂട്ടിത്തരുന്നു. ആ നെഗറ്റീവിൽ മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ നെഗറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ ഓൺലൈനിൽ കുറ്റം പറയത്തില്ല. ഓൺലൈനിൽ ഒരു മനുഷ്യന് രക്തം എങ്ങനെയോ അതുപോലാണ് രേണുസുതിക്ക് ഓൺലൈൻ മീഡിയാസ്. പ്രേക്ഷകർക്ക് സൂചിച്ചാണ്ട വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ മീഡിയ വേണം. ഞാൻ മീഡിയാസിനെ ഒന്നും എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരവും പറയുന്നുണ്ട്. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരം പറയുന്നുണ്ടല്ലേ? ഉറപ്പിക്കാവോ? മാറ്റി പറയത്തില്ലല്ലോ അല്ലേ? അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ കുറച്ച് സാധനം ചോദിക്കുമ്പോൾ ഇതേ സാധനം ഞാൻ അവിടെ ചോദിക്കും. ബാക്കി പറ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിനാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നില്ല. എല്ലാത്തിനും എനിക്കൊരു ഉത്തരവുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാം വന്ന് ഇന്നത്തെ കമന്റ്, ഇവള് കരയുന്നുണ്ടോ, ശാപം, അവള് കൊന്നിട്ടിരിക്കുക, എന്തുവാ സൂചിച്ചാണ്ടെ കൊന്ന, അവള് ഈ സൈഡിൽ കൂടെ ആംഗിൾ വെക്കാൻ പറഞ്ഞിട്ടാണ് അവൾ അതിന്റെ അടിയിൽ നിന്ന് ക്യാമറ വെപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്. ഇവൾക്ക് കരച്ചിലില്ല, ഇവള് കള്ളിയാണ്. ശരിക്കും ആംഗിൾ വെക്കാന്നും പറഞ്ഞില്ലല്ലേ? ഓൺലൈൻ വീഡിയോസിനെ എടുത്തിട്ട് താലാട്ടെന്ന് കണ്ടിട്ട് ചോദിച്ചു കേട്ടോ. തെറ്റിദ്ധരിക്കല്ലേ, മമ്മനോടൊന്നും തോന്നല്ലേ? ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നൊരു ഇന്റർവ്യൂ ആണ്. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന 2 ഇന്റർവ്യൂകൾ വളരെ മാന്യമായിട്ട് രേണുസുതിയെ ഇന്റർവ്യൂ ചെയ്ത 2 ചാനലുകളാണ്. കാരണം പൊതുവെ ഇവരെ പല ആൾക്കാരും 1 വീതം 3 നേരം രേണുസുതിയുടെ വീട്ടിൽ കിടന്നുറങ്ങി ഇന്റർവ്യൂ എടുക്കുന്ന വൺ സ്ട്രീം മീഡിയ വന്നോ, പഴയ മഴവിൽ കേരളം, ചോദിച്ച ചോദ്യം തന്നെ മാറ്റി അവർക്ക് കോൺട്രവേഴ്സിയാ വേണ്ടത്, ആ കോൺട്രവേഴ്സി കൊടുക്കുക ഇവരും തയ്യാറാണ്, രേണുസുതിയും തയ്യാറാണ്. അങ്ങനെയൊന്നും അല്ലാതെ മാന്യമായിട്ട് സഭ്യമായിട്ട് പോയ 2 ഇന്റർവ്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അതിന് രേണുസുതിയുടെ ഉത്തരവും കറക്റ്റ് കേട്ടോ. മിസ് ചെയ്യുന്നുണ്ടോന്ന് എന്ത് ചോദ്യം. സ്റ്റാർ മാജിക് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് വാവൂട്ടാന്നുള്ള ആ വിളി അഭിനയം അല്ലല്ലോ അല്ലേ? നമ്മൾ മുമ്പേ ഒരു അഭിനയത്തിന്റെ കഥ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു ആ ഒരു സാധനത്തിലേക്ക് അങ്ങ് പോയി. ആ അഭിനയം ഒന്നും ആവാൻ വഴിയില്ല, നമുക്ക് ബാക്കി കാണാം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞത് മനസ്സിലാത്തില്ല അത് എത്രത്തോളമാണ് അതിന്റെ. കാരണം വാവുക്കുട്ടെ ഇതപ്പനെ കൊണ്ടെങ്കിൽ കിച്ചൂട്ടാന്നൊരു വിളിയുണ്ട് ഞങ്ങളെ സ്റ്റാർ മാജിക്ക് ഇൻട്രോ ചെയ്യുന്നത്. ആ ഒരു വിളി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇത് കാണാറുണ്ട്. പക്ഷെ അത് ആരെയും അറിയിക്കാറില്ല. അത് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പറയും അഭിനയമാണെന്ന് പറയും. ഇപ്പൊ നമ്മളെ അറിയിച്ചില്ലേ? ഞാനത് കാണാറുണ്ട്, പക്ഷെ ആരെയും ഞാൻ അറിയിക്കാറില്ല എന്ന്. എന്തിനാ അപ്പൊ ഇതിനകത്തൊന്ന് പറയുന്നേ? ഇപ്പൊ നമ്മളെല്ലാം അറിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ അറിയാറുമുണ്ട്, നിങ്ങൾ കാണാറുമുണ്ട്. പക്ഷെ ഇത് ഇവരുടെ വിഷമം ന്യായമായിട്ട് ഇവരുടെ കണ്ണൊക്കെ നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൂടെ താമസിച്ചിരുന്ന ജീവിത പങ്കാളി മരണപ്പെട്ടു പോകുമ്പോഴത്തേനും അത് 5 അല്ല 10 അല്ല 15 അല്ല 20 അല്ല 50 വർഷം കഴിഞ്ഞാലും അയാളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേനും ഒരു വിഷമയോ ഒരു വേദനയോ തീർച്ചയായിട്ടും ഉണ്ടാവും. സ്നേഹം ഉണ്ടെങ്കിലും ഉണ്ടാവും.
അങ്ങനെ ഇവർക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഇന്റർവ്യൂയിലേക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ ഇന്റർവ്യൂവിനകത്താണ് പുള്ളിക്കാരിയുടെ മറ്റേ രണ്ടാം ഭർത്താവ് അല്ല ഒന്നാം ഭർത്താവ് രണ്ടാം പാസ്റ്റർ എന്തൊരു ഒരു സംഭവമുണ്ട്. ഈ പുള്ളിക്കാരിയുടെ മുൻകാല ചരിത്രം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഏതാണ്ട് പാസ്റ്റർ ബിനു ഒന്ന് കേൾക്കാം. ഏജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുചേട്ടനെയാണ്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. ഇല്ല, എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അൽസൈമേഴ്സ് ബാധിച്ചു, എനിക്ക് ഓർമ്മയില്ല. കുറച്ചു മുമ്പല്ലേ എന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയുന്ന പറഞ്ഞില്ല അല്ലേ? കറക്റ്റ് ഉത്തരം പറയുന്നു പറഞ്ഞില്ല. അപ്പൊ ഇത് അക്സെപ്റ്റബിളാ. അപ്പൊ അതിനകത്ത് എന്തോ ഇവര് എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇല്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല. അങ്ങനെ പറയുമ്പോഴാണ് പല ആൾക്കാർക്കും സംശയം ഉണ്ടാകുന്നത്. ഈ ഇന്റർവ്യൂ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാവും. അറിഞ്ഞു എന്നാ കണ്ടോ? അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ഈ ഇന്റർവ്യൂ ചെയ്യുന്ന പയ്യൻ കിട്ടുക്കനാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പയ്യനെ. അതായത് നല്ല 6 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അവരെ എങ്ങനെ ലോക്ക് ചെയ്യാം, അവരാന്നല്ല ഏതൊരു ആളാണെങ്കിലും മുമ്പിൽ ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ട ആളോട് എങ്ങനെ ഫ്രെയിം ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് വളരെ നല്ല രീതിയിൽ ആൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആൾ കൊള്ളാം, നൈസായിട്ടുണ്ട്. ബന്ധമുണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉടണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. സുധിച്ചേട്ടൻ മാത്രമേ എന്നെ കല്യാണം കഴിച്ചുള്ളൂ. ചക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തൊരു മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ പറിച്ച് തിന്നുമ്പോഴത്തേനും അതിനകത്ത് നല്ല സൂപ്പർ മാങ്ങാണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണത്. ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. എന്തൊക്കെയോ പരസ്പര ബിരുദമായിട്ട് എന്തൊക്കെയോ പറയുന്നു. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു സംശയം ജനിക്കുന്നത്. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അതുകൊണ്ടാണ് അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നിർത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാണ്. ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരും. കുറച്ച് കാര്യങ്ങളുണ്ട്, ഇപ്പൊ ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തില്ല, പിന്നീട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ അതിനകത്ത് എന്തോ ഒരു കൊണസ്റ്റ് ഉണ്ടെന്ന് പുള്ളിക്കാരി സമ്മതിച്ചു. എന്തൊരു കൊണസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന കൊണസ്റ്റ് അല്ല, എന്തൊരു ഒരു കൊണസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. ഈ ഉണ്ടാലും ഇല്ലേലും ഉണ്ടില്ലെന്നങ്ങ് പറഞ്ഞാൽ പോലെ. ഉണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയാലും നീ ഉണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തള്ളിക്കറ്റാനൊന്നും പോകുന്നില്ല. ഇത് ഇവര് തന്നെ ഇട്ട് കൊടുക്കണം. എന്താ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇവരെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പബ്ലിക് അറിയണ്ടെന്ന് ചിന്തിക്കുന്നത് അത് മറച്ചു വെക്കുക. നിങ്ങളുടെ പ്രൈവറ്റ് ആണെന്നുള്ളത് പ്രൈവറ്റ് ആക്കി വെക്കുക. അതിനകത്ത് എനിക്ക് യാതൊരു എതിർപ്പില്ല കേട്ടോ. അത് ആദ്യമേ ഇവര് ഉണ്ടെങ്കിൽ നിനക്കെന്താ, അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് പറയാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു. അവരുടെ പ്രൈവസിയിൽ നമ്മൾ പ്രൈവസി ഉണ്ടോ എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതും ശരിയായില്ല. അവർക്ക് പറയാൻ താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ആർക്കും അവിടെ പ്രശ്നം എന്താ? കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാൻ പിന്നീട് പറയുമല്ലോ. അപ്പോ എന്തായാലും എന്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുധിച്ചേട്ടൻ മൂത്ത മോനും അവരുടെ വീട്ടുകാർക്കും അറിയാം. സോ എനിക്കിപ്പോ അത് എന്റെ പേഴ്സണൽ കാര്യം ഇപ്പൊ എനിക്ക് പബ്ലിക് ആക്കണമെന്നില്ല. അവരറിഞ്ഞോണ്ടേ ഉള്ളൂ എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പം സുധിച്ചേട്ടൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഇപ്പൊ പബ്ലിക് ആക്കണമെന്നില്ല. ഇനി എപ്പോഴാണോ റീച്ച് കുറയുന്നത് അപ്പോൾ ഒന്ന് പബ്ലിക് ആക്കിയിട്ട് വീണ്ടും റീച്ചിലേക്ക് കയറാനുള്ള സാധനം ഇതാക്കും. ഇനി ഇത് മാത്രമല്ല, ഈ പുള്ളിക്കാരുടെ മറ്റൊരു ഇന്റർവ്യൂ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചാനൽ പ്രസ് മലയാളോ അങ്ങനെ എന്തോ ഒരു ചാനൽ. അതിനകത്ത് ഒരു ചെറിയ ഭാഗം മാത്രം കാണിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. അതിനകത്ത് പറയുന്ന സാധനം കേട്ടാൽ തന്നെ കലിച്ചു വരും നമുക്ക്. കേട്ടോ. സുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? സുധിച്ചേട്ടൻ മരിച്ചുപോയില്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? കോമഡ്സാ. അയ്യോ, സുധിയുടെ തണലിലാണ് ജീവിക്കുന്നത്. കൊല്ലം സുധി എന്നല്ലേ ഇപ്പോഴും അറിയപ്പെടുന്നത്. ആ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി എന്ന് തന്നെയല്ലേ പറയുന്നത്. രേണു സുധി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ രേണു എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്. ഏത് ഇന്റർവ്യൂ എടുത്താലും പുറകെ സുധിച്ചേട്ടൻ്റെ പടം എടുത്ത് വെച്ചിട്ടില്ലയോ? ഇൻസ്റ്റാഗ്രാമിലെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ മാറ്റത്തില്ല. നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നില്ലേ? നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് ഈ സുധിച്ചേട്ടൻ്റെ ഇതുകൊണ്ട് മാത്രമാണ്. രേണു സുധി, ആ സുധി എന്നുള്ള സാധനം മാറ്റി വെച്ച് രേണു എന്ന ഐഡന്റിറ്റി വരാൻ നിങ്ങൾക്ക് പോലും ധൈര്യമില്ല. സുധിച്ചേട്ടൻ മരിച്ചു പോയാലും നിങ്ങൾ അദ്ദേഹത്തിന്റെ തണലിൽ തന്നെയാണ് ജീവിക്കുന്നത്. അദ്ദേഹം
ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി പറ. അതല്ലേ പറഞ്ഞ സൂചന മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ ആരുടെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും അച്ഛൻ്റെ പേര് വെച്ച് അറിയപ്പെടാൻ പറ്റത്തില്ലേ? ഭർത്താവിൻ്റെ പേര് മാത്രം വെച്ച് അറിയപ്പെടാവുന്നൊന്നുമില്ല. ഈ കൊല്ലം സുധി എന്ന് പറയുന്നത് ആൾക്കാർ സ്വീകരിച്ചൊരു കലാകാരനായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത്. നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. കൊല്ലം സുധി എന്നതാണ് രേണു സുധിയുടെ ലേവൽ. ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ രേണു സുധി ആ സുധി എന്നുള്ള പേര് നിങ്ങൾ പറയാതെ ഈ സുധി രേണു എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ മാത്രം നിങ്ങൾക്ക് വരാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വന്നാൽ ഹിറ്റൊക്കെ ആവുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പോലും അതിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യമില്ല. ബാക്കി സുധിച്ചേട്ടൻ്റെ പടം വെച്ചിട്ട് മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തണലിൽ തന്നെയാണ് ജീവിക്കുന്നത്. പ്രിയ സഹോദരി, നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അപമാനിക്കാതിരിക്കൂ. നിങ്ങളുടെ ഭർത്താവാണ്, കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ്. അദ്ദേഹത്തിനെ എന്തോരം വലിച്ചു കീറാമോ, എന്തോരം അപമാനിക്കാമോ അത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. കൊള്ളാം, നല്ലതാ, ജീവിച്ചു പോട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേ.